19 വയസ്സുവരെ എല്ലാവരെയും പോലെ പഠിച്ചും കളിച്ചും കൂട്ടുകാർക്കൊപ്പം ഉല്ലസിച്ചും നടന്നിരുന്ന ചെറുപ്പക്കാരൻ. എന്നാൽ പെട്ടെന്നൊരു നാൾ പഠനത്തിൻ്റെ ഭാഗമായി താമസിച്ചിരുന്ന വാടക കെട്ടിടത്തിൻ്റെ 4-ാം നിലയിൽ നിന്നും താഴേക്ക് വീണ ആ ചെറുപ്പക്കാരൻ്റെ ജീവിതം പിന്നീട് മാറിമറിഞ്ഞു. അവൻ്റെ ദേഹം നിശ്ചലമായി. നിരവധി ആശുപത്രികളിൽ ചികിത്സകൾ നടത്തിയിട്ടും ഹരീഷ് റാണ എന്ന പയ്യന് ചെറുവിരൽ പോലും അനക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ 13 വർഷമായി ഹരീഷിന് കഴിഞ്ഞിരുന്നത് കണ്ണുചിമ്മാനും തൊണ്ടയിലെ ചെറുചലനങ്ങൾക്കു മാത്രമായിരുന്നു. ആറ്റുനോറ്റുണ്ടായ മകൻ 13 വർഷമായി ഈ കിടപ്പിൽ കഴിയുന്നത് അച്ഛനെയും അമ്മയെയും സംബന്ധിച്ച് ഹൃദയം തകർക്കുന്ന വേദനയായിരുന്നു. ഒരു തരത്തിൽ മകനെ കിടത്തി നരകിപ്പിക്കുകയാണെന്ന ചിന്ത അവരെ അത്യന്തം വേദനിപ്പിച്ചു. ഒടുവിൽ കണ്ണീരോടെ നീതിപീഠത്തെ സമീപിച്ച ആ അച്ഛൻ്റെ വേദന കോടതി കണ്ടപ്പോൾ മകനെ മരണത്തിലേക്ക് യാത്രയാക്കുകയായിരുന്നു ആ കുടുംബം. 2013 ഓഗസ്റ്റിലാണ് ഹരീഷ് റാണയുടെ ജീവിതം മാറ്റിമറിച്ച സംഭവമുണ്ടായത്. അന്ന് പഞ്ചാബ് സർവകലാശാലയിൽ എഞ്ചിനീയറിംഗിന് പഠിക്കുകയായിരുന്നു ഹരീഷ്. താമസിച്ചിരുന്ന വാടക കെട്ടിടത്തിൽ നിന്നും താഴേക്ക് വീണ ഹരീഷ് റാണയ്ക്ക് ഗുരുതരമായി തന്നെ പരിക്കേറ്റു. അന്നു മുതൽ കിടപ്പിലായി. ശരീരം അനക്കാൻ പോലും കഴിയാത്ത വിധം 100% വൈകല്യം ബാധിച്ചു. കുടുംബം ഹരീഷിനെ പൊന്നുപോലെയാണ് പരിപാലിച്ചത്. അച്ഛനും അമ്മയും സഹോദരന്മാരുമെല്ലാം ഹരീഷിന് കാവലിരുന്നു. ഒരു ചെറിയ മാറ്റത്തിന്റെ കണികയെങ്കിലും എന്നെങ്കിലും ഉണ്ടാകുമെന്ന് കരുതി. എന്നാൽ സാമ്പത്തിക പരാധീനതയും മകൻ അനുഭവിക്കുന്ന ദൈന്യതയും ദയാമരണം തേടാൻ കുടുംബത്തെ പ്രേരിപ്പിക്കുകയായിരുന്നു. പക്ഷേ ആ ആവശ്യം ആദ്യം ഹൈക്കോടതി തള്ളി. സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും എല്ലാ സഹായവും ചെയ്തു നൽകാൻ സർക്കാരിനോട് നിർദ്ദേശിച്ച് കേസ് തീർപ്പാക്കുകയായിരുന്നു. എന്നാൽ മകന്റെയും തങ്ങളുടെയും സ്ഥിതി വീണ്ടും ദുരിതപൂർണമായ ഘട്ടത്തിലാണ് പിതാവ് വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചത്. മകനെ പോകാൻ അനുവദിക്കണമെന്നും അന്തസ്സാർന്ന മരണമെങ്കിലും അവന് നൽകണമെന്നുമുള്ള പിതാവ് അശോക് റാണയുടെ അഭ്യർത്ഥന സുപ്രീം കോടതി അംഗീകരിച്ചു. അതിന്റെ തുടർച്ചയായി ഗാസിയാബാദിലെ എംപയർ സൊസൈറ്റിയിൽ നിന്ന് ഹരീഷിനെ എയിംസിലേക്ക് മാറ്റുകയായിരുന്നു. ട്യൂബ് വഴി പോഷകവും മറ്റും നൽകിയിരുന്ന ജീവൻ രക്ഷാ സഹായം ഒഴിവാക്കി ദയാമരണം അനുവദിക്കുകയായിരുന്നു. സുപ്രീം കോടതിയുടെ വിഖ്യാതമായ കോമൺ കോസ് വിധിയുടെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് നടപ്പാക്കുന്ന ആദ്യ ദയാമരണമാണ് ഹരീഷിൻ്റേത്. ശുശ്രൂഷയ്ക്ക് പോലും ഒരാളെ നിയോഗിക്കാതെ ഇക്കാലം അത്രയും പരിചരിച്ച അമ്മ നിർമ്മലാദേവിയും സഹോദരങ്ങളുമെല്ലാം എയിംസിൽ ഹരീഷിനൊപ്പം ഉണ്ടായിരുന്നു. അതീവ ഗുരുതര രോഗമുള്ളവരെ മറ്റു ചികിത്സാ മാർഗങ്ങളൊന്നുമില്ലാത്ത അവസ്ഥയിൽ മരിക്കാൻ അനുവദിക്കുന്നതാണ് ദയാവധം. യുത്തനേസ്യ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം നല്ല മരണം എന്നാണ്. ജീവച്ഛവമായ രോഗികളെ ചികിത്സയും ജീവൻ രക്ഷാ ഉപകരണങ്ങളും പിൻവലിച്ച് മരണത്തിലേക്ക് വിടുക. ഡോക്ടറുടെ മേൽനോട്ടത്തിൽ മരുന്നും കുത്തിവയ്പും മറ്റും ഉപയോഗിച്ചും മരണം നടപ്പാക്കുക. ഡോക്ടറുടെ സഹായത്തോടെ സ്വയം മരണം വരിക്കുക തുടങ്ങിയവയാണ് വിവിധ ദയാമരണ രീതികൾ. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.